നമസ്കാരം. നമുക്ക് വളരെ ശക്തമായ ഒരു നാവികസേനയാണ് ഭാരതത്തിനുള്ളത്. നാലോളം ന്യൂക്ലിയർ സബ്മറൈൻസുകളുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ സബ്മറൈൻ മേഖലയിലേക്ക് പുതിയ അതിഥികൾ കടന്നു വരികയാണ്. എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ? നമുക്ക് നമ്മൾ പോകേണ്ടത് പാകിസ്ഥാന്റെ മീഡിയയിൽ ഒരു റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാന്റെ ഡിഫൻസ് അനലിസ്റ്റുകൾ എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നേവൽ പ്രിപ്പയർനെസ് പാകിസ്ഥാന്റെ നേവൽ പ്രിപ്പയർനെസ്സിനെക്കാളും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അതായത് ഇന്ത്യയെ നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു ശക്തിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ മീഡിയയിലുള്ളത്. അവർക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 4 സബ്മേഴ്സിബിൾ ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. SSBN എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ടെക്നിക്കൽ. 4 നമ്മൾ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. S2, S3, S4, S4 സ്റ്റാർ, അങ്ങനെ 4 നമ്മൾ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത 2 കമ്മീഷൻ ചെയ്യാനുള്ള ഈ 26 അവസാനം അല്ലെങ്കിൽ 27 ആദ്യം കമ്മീഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. INS അരിഹന്ത് ക്ലാസ്സിനെയാണ് നമ്മൾ SSBN. ഇപ്പൊ ഈ അന്യന്ത് ക്ലാസ്സിലെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഭൂമിയിൽ വെച്ചിട്ട് നമ്മളൊരു മിസൈല് ലോഞ്ച് ചെയ്യുന്നത് പോലെ അല്ല, സബ്മേഴ്സിബിൾ ആണ്. നമുക്ക് അറിയാൻ പറ്റത്തില്ല. താഴെ പതുങ്ങി കിടക്കുന്ന ഒരു ഷിപ്പിൽ നിന്നും പെട്ടെന്ന് ഒരു മിസൈൽ ലോഞ്ചർ പൊങ്ങി വരുന്നു, ഇറക്ട് ചെയ്യുന്നു, മിസൈല് ലോഞ്ച് ചെയ്യുന്നു. അത് ഈ മിസൈല് ക്രൂയിസ് മിസൈൽ അല്ല. ക്രൂയിസ് മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെൽഫ് പ്രൊപ്പൽഡാണ്. ഈ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് നമ്മളെ സ്പേസിലോട്ട് പോകും. നമ്മുടെ അന്തരീക്ഷം തുറന്നിട്ട്, അന്തരീക്ഷം പാസ് ചെയ്തിട്ട് അതിന്റെ അപ്പുറത്തോട്ട് പോയി സ്പേസിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് താഴെ തിരിച്ചു വരുമ്പോൾ, ഈ ക്രൂയിസ് മിസൈലിനെക്കാളും ഉള്ള ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പേസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റീ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് എന്ന് വെച്ചാൽ ഗ്രാവിറ്റിയും കൂടെ കൂടും. ഒരു 7 ടൈംസ് സാധാരണ ഒരു പ്രൊജക്റ്റിലോ സാധാരണ ഒരു മിസൈൽ വന്നതിനേക്കാളും 7 ടൈംസ് ഇത് വന്ന് അങ്ങ് ക്ലാഷ് ചെയ്യാം, അന്ന് പതിക്കുകയാണ്. അത് വരുന്നതിന്റെ വെലോസിറ്റി ഭയങ്കരമായിട്ടുള്ള വെലോസിറ്റിയിലായിരിക്കും തിരിച്ചുള്ള ആ ഒരു സ്പേസ്. ഒരു സ്പേസ് ക്രാഫ്റ്റ് തിരിച്ചു വരുന്നത് പോലെ തന്നെയാണ് ഇത് തിരിച്ചു വരുന്നത്, അതേ വെലോസിറ്റി ഉണ്ട്. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് ഇതൊരു ഷാർപ്പ് തിങ് ആയതുകൊണ്ട് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ വളരെ പതിക്കുകയും അതുണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കര ഇതായിരിക്കും. എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കാൻ പറ്റുന്നതിനേക്കാളും ഇത് ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയുന്നത്. ഈ സബ്മറൈൻസും വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സബ്മറൈൻസിന് ന്യൂക്ലിയർ എനർജിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കടലിനടിയിൽ മാസങ്ങളോളം പൊങ്ങി വരാതെ എന്താ പറയുന്നത്, ഒളിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം ഈ നമ്മുടെ ന്യൂക്ലിയർ സബ്മറൈൻസിന്. ഒന്ന് അത് തന്നെ ന്യൂക്ലിയർ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. സബ്മറൈൻസ് ന്യൂക്ലിയർ ആവുന്നത് തന്നെയാണ് ഡേഞ്ചർ. നമ്മളൊരു വിക്ഷേപണ വാഹനമായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈല് വിക്ഷേപിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് ആക്രമണം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇങ്ങനൊരു സാധനം ഇല്ല, ബംഗ്ലാദേശിന്റെ തീരെയില്ല, ചൈനയിലാണ് നമുക്കിപ്പോ 6 അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ അതിർത്തിക്ക് ചുറ്റും ഈ ഒരു SSBN എന്ന് പറഞ്ഞ ഒരു വെപ്പണേ ഇല്ല. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം, ബേ ഓഫ് ബംഗാൾ തൊട്ടിങ്ങി അറ്റം വരെ, കച്ച് തൊട്ട് ബംഗാൾ വരെ ഈ SSBN ഉള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം. അപ്പോൾ അവിടെ ഒരു മേൽക്കോയ്മ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാനുണ്ട്. നമ്മുടെ ചൈനയ്ക്കുള്ള SSBN തന്നെ 6 ഉണ്ടെങ്കിലും അത് അവരുടെ മറ്റ് ഏരിയകളിലാണ് അവർ ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. കാര്യം അവർക്ക് ഒരുപാട് ഏരിയ സംരക്ഷിക്കാനുണ്ട്. അപ്പൊ അവർക്ക് 6 കിട്ടുന്നു, നമുക്ക് 6 കിട്ടുന്നു, തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മേഖലയിലെ ന്യൂക്ലിയർ പവർ ബാലൻസിങ്ങിന് നടക്കുന്നില്ല എന്നും പാകിസ്ഥാൻ തോറ്റ് പിന്മാറുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്ത്യ 6 10 വർഷം കൊണ്ട് 6 നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇത്രയും വർഷമായിട്ട് ഒരെണ്ണം പോലും നിർമ്മിക്കാനല്ല, ഈവൻ അതൊന്ന് പ്ലാൻ ചെയ്യാൻ പോലും ഉള്ള ധൈര്യം അവർക്കുണ്ടായിട്ടില്ല. ഈവൻ
നമ്മൾ ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും അവർക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു പരിപാടി അവർക്കില്ല. അപ്പൊ നമ്മൾ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്നും നമ്മളുടെ കഴിവ് പറഞ്ഞ് നമ്മുടെ മേലെ നിൽക്കുകയല്ല, നമ്മൾ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഒരു അനാലിസിസ് അല്ല എടുത്തത്, ഞാൻ എടുക്കുന്നത് പാകിസ്ഥാൻ മീഡിയയുടെ അനാലിസിസ് ആണ്. അപ്പൊ അവർ പറയുന്നത് ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സിന്ദൂർ മാത്രമല്ല, സിന്ദൂറിൽ എയർഫോഴ്സും ആർമിയും മാത്രം അടിച്ചു. നേവി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവരൊന്നും ചെയ്യേണ്ടി വന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ആർമിയും എയർഫോഴ്സുമായിട്ട് ചെയ്തു. ഇന്ത്യൻ നേവിക്ക് തുടയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഒരു നേവൽ അറ്റാക്കിലാണ് കാര്യങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ സിന്ദൂറിൽ കിട്ടിയതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു അടിയായിരിക്കും. കാര്യം 71 വാറിൽ തന്നെ അവർക്ക് പെട്ടെന്ന് പരാജയപ്പെടുന്നതിന്റെ കാരണം നേവലായിട്ട് നമ്മൾ കറാച്ചി വരെ കയറി പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് കറാച്ചിയും പോയി, ഇനിയിപ്പം ഇസ്ലാമാബാദിലോട്ടും ഇന്ത്യ കയറി അടിക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മീഡിയ അനാലിസ്റ്റിന്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, നമ്മളിൽ SSBN വേണം എന്നുള്ള ആവശ്യം അവിടെ ശക്തമായിട്ട് വന്നിരിക്കുന്നു. നമ്മളെപ്പോഴും ഡിഫൻസ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മീഡിയയുള്ള അനാലിസിസ് ഒരു സൈഡിലായിരിക്കും, അതെപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ പിക്ചർ എന്താണെന്ന് അവർ പറയുന്നതായിരിക്കും നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ. നമ്മളിപ്പോൾ മീഡിയയിൽ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇന്ത്യയുടെ മീഡിയ പറയുമ്പോഴത്തേക്ക് ഇന്ത്യയെ പറ്റിയിട്ട് കുറച്ച് കൂട്ടി പറഞ്ഞെന്നൊക്കെ വരും. സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ മീഡിയ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പാകിസ്ഥാന്റെ മീഡിയ എടുക്കുമ്പോഴത്തേക്ക് അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മീൻ ഇറ്റ്, അവർക്ക് അതിന്റെ ത്രെട്ട് മനസ്സിലായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും സമീപ ഭാവിയിലൊന്നും ഒരു SSBN ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള കപ്പാസിറ്റി ഒന്നും പാകിസ്ഥാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യക്ക് ഒരു ഡിഫൻസ് ത്രെട്ട് അല്ലാതെ മാറിയിരിക്കുന്ന സംവിധാനം വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രോക്സിയായിട്ട് അവർ വെച്ചേക്കുന്നത് റഷ്യയാണ് ചൈന അവരൊരു പ്രോക്സിയാക്കി വെച്ചേക്കുന്നത്. അതാണ് നമ്മളുടെ ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ചൈന അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കോമ്പിറ്റന്റ് ചൈനയാണെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചൈനയും നമ്മളോട് മുട്ടുന്നതിൽ വല്ലാത്ത ഭീതിയിലാണ്. കാരണം അത്രയധികം ശക്തമായിക്കൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര സാന്നിധ്യം മുന്നോട്ട് പോകുന്നത്. കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ രാജ്യങ്ങൾ, ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളും അതിനപ്പുറത്തുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പസഫിക് രാജ്യങ്ങളും കൂടെ വരുമ്പോഴത്തേക്കും ചൈന വല്ലാത്ത അങ്കലാപ്പിലാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയ ഭീതി ചൈന മണക്കുന്നു. അതോടൊപ്പം തന്നെ ചൈനയുടെ യുവത്വം കൊഴിഞ്ഞുപോയി, വൃദ്ധന്മാരുടെ പോപ്പുലേഷനായി. അതൊക്കെ കൊണ്ടും ചൈന വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണ് ഭാരതം അവരുടെ ഒരു കോമ്പറ്റീറ്റർ അല്ല, പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലൂസായിട്ടുള്ള ഡയലോഗുകൾ ഈ അടുത്ത സമയത്ത് പറയുന്നത്. പക്ഷേ അപ്പോഴും ചൈന G20 പോലുള്ള കാര്യങ്ങൾ ഭാരതത്തിൻ്റെ ചുറ്റും വിന്യസിക്കുവാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതുപോലും ഭാരതത്തിന് ഒന്നുമല്ല. ഏറ്റവും ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമസ്കാരം.